കനിവിന്റെ കടലായ എഴുതിയാൽ തീരാത്ത ദുനിയാവിലെ സുവർഗമാണെന്റെ പൊന്നുമ്മ. ഏറെ പറഞ്ഞാലും തീരില്ല ആ പൂമഹിമ. ഉമ്മ ഒരുക്കിയിട്ടുള്ള സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാൻ വന്നാട്ടോ. ഷിജുമോൻ ഹാപ്പി ബർത്ത്ഡേ. ഷിജുമോൻ എന്ന് പറയുന്ന ഇർഷാദിന് ഉമ്മ റജിലയും പെങ്ങള് ഷില്ലയുമാണ് ഈ സർപ്രൈസ് ഗിഫ്റ്റ് ഒരുക്കിയിട്ടുള്ളത്. മാഷാ അല്ലാ. ഈ ഒരു ഷിജുമോൻ പ്രവാസിയായിട്ട് ആകെ 2 മാസമായിട്ടുള്ള റിയാദിലെത്തിയിട്ട് ഇപ്പൊ ഇവിടെ നാസർക്ക ജിദ്ദയിലുണ്ട്. നാസർക്ക് അറിഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ഒരുക്കണേ. അപ്പോൾ ഷിജുമോന്റെ ബർത്ത്ഡേക്ക് ഒരുക്കിയിട്ടുള്ള ഗിഫ്റ്റ് വാപ്പ അറിയാതെ 2 പേര് ഞെട്ടിക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഉമ്മയും പെങ്ങളും ഈ ഗിഫ്റ്റ് ഒരുക്കിയിട്ടുള്ളത്. മാഷാ അല്ലാ. നമുക്കറിയാലോ, നമ്മൾ നാട് വിട്ട് പോന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നതും നമ്മൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ കരയുന്നതും നമ്മളെ ഓർത്ത് വിഷമിക്കുന്നതും ഒക്കെ നമ്മളെ മാതാവാണ് അല്ലേ. ആ ഉമ്മാൻ്റെയും പെങ്ങളെ ആഗ്രഹപ്രകാരം ഈ ഒരു വീഡിയോ ജിദ്ദയിൽ നാസർക്ക് വാപ്പ കാണുമ്പോൾ അവർ ഷോക്കാവട്ടെ അല്ലേ. ഉമ്മാന്റെ പൊന്നു മോനക്ക് പഠിച്ച നല്ല ആരോഗ്യമുള്ള ദീർഘായുസ് തരട്ടെ. ഉമ്മാൻ്റെയും പെങ്ങളി വാപ്പാൻ്റെയും കൂടെ ഈ ഭൂമിയിൽ സന്തോഷത്തോടെ ജീവിക്കാൻ പഠിച്ച തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ തന്നെ കൊണ്ടുകൊടുക്കട്ടോ. എന്റെ ഉമ്മ ഒരുക്കിയുള്ള സർപ്രൈസ് ഗിഫ്റ്റ് ആണ്. ഉമ്മക്ക് അറിയില്ല. ഉപ്പ് ഷോക്കാവട്ടെ എന്ന് പറഞ്ഞു. എവിടെയാണ് പറയാനുള്ളത്? ഉമ്മ അങ്ങനെ ഉമ്മ പെങ്ങളു എന്റെ പെങ്ങള് ഞാൻ കരുതിയിട്ടില്ല. ഞാൻ സംഭവം കരുതിയിട്ടില്ല. പിന്നെ ഇത് പ്രതീക്ഷിച്ചിരുന്ന താങ്ക്സ്. ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല.